പൂങ്കാറ്റെ പോയി ചൊല്ലാമോ. ഉണ്ടിച്ചിപ്പാറു തക്കാളിയെ മുറിച്ചത് ഇട്ട് കൊടുക്കുക. മീൻ കഷ്ണങ്ങളൊക്കെ ആ മസാലക്കറിയിൽ കിടന്നങ്ങോട്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കിതൊരു അടിപൊളി മീൻ കറി ഉണ്ടാക്കിയാലോ? അപ്പം നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. ആദ്യം ഇത് മീൻ കാണണ്ടേ, ഞാൻ കാണിച്ചു തരാൻ വരൂ. അപ്പോൾ ഇവർ വെച്ചാണ് നമ്മൾ ഒരു അടിപൊളി മീൻ കറി ഉണ്ടാക്കുന്നത്. ഇവൻ്റെ പേരാണ് സൂത. ഞങ്ങൾ സൂത എന്നാ പറയാല്. ഇതിന് മറ്റെന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ആദ്യം നമുക്ക് ഇവനെ വെട്ടി നന്നാക്കി കഴുകിയെടുക്കണം. ഞാൻ നന്നായി മീനൊക്കെ വെട്ടി കഴുകിയെടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ഇതിലേക്കുള്ള ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം, ചെറിയുള്ളി ഇതൊക്കെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊക്കെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി വരുന്നു. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല ആട്ടി കൊടുക്കുന്ന വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഉലുവ അതിൽ കിടന്ന് നന്നായി ഒന്ന് പൊട്ടി മൂത്ത് വരട്ടെ കേട്ടോ. ഈ ഉലുവ എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ. പക്ഷേ കരിഞ്ഞു പോയരുത്, അപ്പോൾ സീനാവും. ഇനി നമുക്ക് ഇതിലേക്ക് വേറൊരു സാധനം ഇട്ട് കൊടുക്കണം. ഞാൻ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഉലുവയും ചെറിയുള്ളിയും നന്നായിട്ട് എണ്ണയിൽ കിടന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളാണ് നമ്മുടെ കറിവേപ്പില. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇത് മൂന്നും അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഉലുവ, ചെറിയ ഉള്ളി, കറിവേപ്പില, പച്ചമുളക് ഇത്രയും സാധനമാണ് ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ നന്നായി വഴറ്റി കൊടുക്കുക. ഇനി നമ്മുടെ ചുമന്ന ഉണ്ടിച്ചിപ്പാറും തക്കാളിയെ മുറിച്ചത് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊക്കെ കൂടെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് വഴന്നു വരുന്നവർക്ക് നമുക്കൊരു പാട്ട് പാടിയാലോ? പെണ്ണിൻ്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു, ഹയ്യാ കണ്ണാടി പുഴയിലെ വിരിയണ കുളിരല പോലെ, കണ്ടില്ലേ കിന്നാരം പറയണൊരാളെ, ഹയ്യാ എല്ലിക്കാടട മുടിയുലയണ കലപില പോലെ. പെണ്ണിൻ്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു, ഹയ്യാ കണ്ണാടി പുഴയിലെ വിരിയണ കുളിരല പോലെ, കണ്ടില്ലേ കിന്നാരം പറയണൊരാളെ, ഹയ്യാ എള്ളിക്കാടടി മുടിയുലയണ കലവില പോലെ. അപ്പൊ അങ്ങനെ എന്റെ പാട്ട് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം, ചെറുള്ളി ഇതൊക്കെ കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ അങ്ങനെ അത് മുഴുവനായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടെ ഒന്ന് നന്നായിട്ട് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് മൂപ്പായി വരുമ്പോഴത്തേനും നമുക്ക് അടുത്ത പാട്ടൊന്ന് പാടിയാലോ? പൂങ്കാറ്റെ പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റെ പോയി ചൊല്ലാമോ, നീലക്കണ്ണുള്ള എൻ വേടിപ്പെണ്ണോട്, ഈ നീലക്കണ്ണുള്ള എൻ വേടിപ്പെണ്ണോട് എൻ്റെ ഉള്ളിലുള്ള മോഹമൊന്ന് ചൊല്ലാമോ നീ. പൂങ്കാറ്റെ പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റെ പോയി ചൊല്ലാമോ, നീലക്കണ്ണുള്ള എൻ വേടിപ്പെണ്ണോട്, ഈ നീലക്കണ്ണുള്ള എൻ വേടിപ്പെണ്ണോട് എൻ്റെ ഉള്ളിലുള്ള മോഹമൊന്ന് ചൊല്ലാമോ നീ. അങ്ങനെ കാറ്റുപോയി മോഹങ്ങളൊക്കെ ചൊല്ലട്ടെ. നമുക്കിനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ആദ്യം ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഈ മസാലപ്പൊടികളൊക്കെ നല്ലപോലെ ഈ എണ്ണയിലിട്ട് തന്നെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അടി പിടിക്കാണ്ട് നോക്കണം കേട്ടോ. അടി പിടിച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചുവ മാറും, ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ അടി പിടിക്കാണ്ട് അതിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇതിൻ്റെ മസാലകളൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് വേവായതിനു ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കൊടുമ്പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളം ആയതിനു ശേഷം പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത്
നന്നായി മിക്സ് ചെയ്ത് കുറച്ച് സമയം തിളക്കാൻ വെക്കണം. ഇനി ഇത് അവിടെ കിടന്നങ്ങനെ തിളക്കട്ടെ കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് തിളക്കണം. ആ എണ്ണമെഴുക്ക് മുകളിൽ ഇങ്ങനെ തെളിയുന്നത് വരെ ഇതൊന്ന് തിളക്കണം. അതിനുശേഷം മാത്രമേ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. കുറച്ച് സമയത്തിന് ശേഷം നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ആ എണ്ണമെഴുക്കൽ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നോരോന്നായി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ആ മസാലക്കറിയെല്ലാം അതിന് മുകളിലേക്കൊക്കെ ഒന്ന് ഒഴിച്ച് കറിയിൽ അങ്ങോട്ട് മുക്കി എടുക്കുക. ഇനി അതവിടെ കിടന്നങ്ങനെ തിളക്കട്ടെ. ഇപ്പോൾ ഇത് തിളക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇടയ്ക്ക് ഇതൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിച്ചു പോവും. അപ്പോൾ തിളച്ച് നമ്മുടെ മീൻ വേവായിട്ടുണ്ട് കേട്ടോ. ആ മീൻ കഷ്ണങ്ങളൊക്കെ ആ മസാലക്കറിയിൽ കിടന്നങ്ങോട്ട് പാകമായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ വിതറി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.